ഹായ്, ഞാൻ അഷ്റഫ് എക്സൽ. നമ്മൾ എല്ലാവരും ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ഓരോ ദുരന്തങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യന്മാരുടെയൊക്കെ ഉള്ളിലുള്ള നന്മകളൊക്കെ പുറത്തു വരിക. നമുക്ക് അറിയാം, കേരളത്തിൽ ഇങ്ങനെ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും കുറേ ഹീറോസ് ജന്മം കൊള്ളാറുണ്ട്. ഞാൻ വലിയ സംഭവമായിട്ട് പറയുന്നില്ല, എൻ്റെ കണ്ണുമുന്നിലൊരു നന്മ കണ്ടപ്പോൾ അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഈ ഒരു സംഭവം തന്നെ നമ്മൾ പ്രളയം അതിജീവിച്ച പോലെ തന്നെ നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെയും മെഡിക്കൽ വിദഗ്ധരുടെയും സർക്കാരിൻ്റെയൊക്കെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ അതിജീവിക്കും. അതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. പക്ഷേ അത് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള ആളുകളുടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഒരു വലിയ കാര്യം എൻ്റെ സുഹൃത്ത് ഷമീം ചെയ്തപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. ഷമീം, കരുവള്ളി ഷമീം, എടത്തനാട്ടിലെ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് ഇവിടെ വലിയൊരു കോംപ്ലക്സ് ഉണ്ട്. വലുതെന്ന് പറഞ്ഞാൽ എത്ര ഷോപ്പ് ഉണ്ടാവും? 27 ഷോപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 2-3 ഷോപ്പ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം 4 റൂം 5 റൂമൊക്കെ ഉള്ള വലിയ ഷോപ്പുകളൊക്കെ തന്നെയാണ്. ഇത്രയും ഷോപ്പിൻ്റെ ഉടമക്കാരിൽ നിന്ന് ഈ മാർച്ച് മാസം ഇദ്ദേഹം വാടകയൊന്നും വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം കച്ചവടമൊക്കെ ഭയങ്കര മോശമാണ്, ഒന്നും നടക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കും ഒരു കൊട്ടൻ റുപ്പി ഒരു കച്ചവടക്കാരനും വീട്ടിൽ കൊണ്ടുപോകണില്ല. ഞാനൊരു കച്ചവടക്കാരനായിരുന്നു, 19 കൊല്ലമായിട്ട് ഞാൻ കച്ചവടക്കാരനായിരുന്നു. ഇപ്പോഴാണ് കോംപ്ലക്സ് കിട്ടിയത്. അപ്പോൾ അതിനൊരു ബുദ്ധി ഉദിച്ചതാണ്. കാരണം ഒരു കൊട്ടൻ റുപ്പിയും കിട്ടാതെ ഈ അഭിമാന പ്രശ്നം കൊണ്ട് ആരും ഒന്നും പുറത്തും പറയുന്നില്ല, അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഷമീം ഓൾറെഡി ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. എങ്കിൽ പോലും തന്നെക്കാളും കഷ്ടപ്പെടുന്ന ബാക്കിയുള്ള തൻ്റെ സഹോദരങ്ങളെ ഇങ്ങനെയൊന്നും സഹായിക്കാൻ തീരുമാനിച്ചു. 27ഓളം ഷോപ്പുകാരിൽ നിന്ന് ആരെയൊന്നും ഈ മാർച്ച് മാസത്തിന് ഒരു വാടകയും വാങ്ങുന്നില്ല അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ അത് എൻ്റെ കണ്ണിന് മുന്നിൽ കണ്ടപ്പോൾ എല്ലാവരോടും ഷെയർ ചെയ്യണം തോന്നി. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഈ ഒരു മാതൃക കാണിച്ചത് വേറെ 1-2 പേര് കുറച്ച് പകുതിയൊക്കെ വാടക കുറച്ചൊക്കെ കൊടുക്കുന്ന ഒരു സംഭവം കേട്ടോണ്ടാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഷമീം ഇങ്ങനെ തീരുമാനം എടുത്തിട്ട് എല്ലാവരോടും പറഞ്ഞ ശേഷം ഇവിടെ തന്നെ കുറച്ച് പേര്, ഇവിടെ തന്നെ 4-5 പേര് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? ഇവിടുന്ന് കെട്ടി നാണി, പിന്നെ ഷഹീർ സൈതാലി, പിന്നെ അക്ബർ പറക്കോട്ട്. ഓക്കെ, അലനല്ലൂർ എൻ്റെ ഇടത്തനാട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ. പിന്നെ അലനല്ലൂരുള്ളൊരു ഷമീം, യൂസുഫ്, തുർക്കീസ്, ആരായിരുന്നു? സുബൈർ അല്ലേ? സുബൈർ, തുർക്കീസ്, ജംഷാദ്, ഇങ്ങനെ കുറച്ച് പേരൊക്കെ തയ്യാറായി. വലിയൊരു മാതൃകയാണിത്. നല്ല സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വലിയൊരു സഹായമായിരിക്കും. അപ്പോൾ ഈ ഒരു സംഗതി മാതൃകയാക്കാൻ പറ്റുന്നവർക്കും ഒക്കെ മാതൃകയാക്കാം. ഇങ്ങനെ മാത്രമല്ല, സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതിൻ്റെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇത് റിഫ്ലക്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഈ ഒരു പ്രശ്നം അതിജീവിച്ച് കഴിയുമ്പോഴാണ് ഇതിലൂടെ ഉണ്ടായ സാമ്പത്തിക ബാധ്യത മനസ്സിലാവും നമുക്ക്. അപ്പോൾ സ്വന്തം പരിസരങ്ങളിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ആ രീതിയിലും കൂടി എല്ലാവരും ഒന്ന് പരിഗണിക്കുകയും കൂടി ചെയ്യാം, അല്ലേ? അതെ, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ തന്നെ ഉണ്ടാവില്ല. അതാ പറഞ്ഞത്. ഈ ഒരു വശം ഇനി വരാനുണ്ട്, സാമ്പത്തിക വശത്തിന്. അപ്പോൾ വലിയൊരു ഭീകരതയാണ് ഇതിന്റെ പുറത്ത് കിടക്കുന്നത്. അതാണ് ഇപ്പൊ അതാർക്കും അറിയാൻ കഴിയില്ല. അപ്പോൾ കഴിയുന്നവരൊക്കെ ചെയ്തു കൊടുക്കണമെന്നാണ്. കഴിയുന്നവരൊക്കെ സ്വന്തം പരിസരങ്ങളിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിന് വേണ്ട എന്താണെന്ന് വെച്ചൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു നന്മ കണ്ടപ്പോൾ അത് നിങ്ങൾ ഷെയർ ചെയ്തു മാത്രം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. വല്ലാതെ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പരമാവധി ആവശ്യത്തിനും അത്യാവശ്യത്തിനും പുറത്തിറങ്ങാതെ, അത്യാവശ്യത്തിലും വലിയ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങുക. കുറച്ച് ദിവസം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റും പിന്നീട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.